കർക്കിടക ലേഹ്യം. എല്ലാ കർക്കിടകത്തിലും ഞാനിത് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കൂലേ, അതിന് പകരമായിട്ട് നമുക്ക് ഇതും കഴിക്കാം. ഞങ്ങളുടെ ബന്ധുവും ഫ്രണ്ടുമായ ചെലാക്കോടൻ നജീബ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റേ. ഇത് ഈ കർക്കിടകത്തിൽ കഴിക്കേണ്ടതാണ്. ഇതാണ് കർക്കിടക ലേഹ്യം. ഇതിലെല്ലാം ഉണ്ട്. നമ്മുടെ കരിജീരകം, ഉലുവ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത്. കർക്കിടകത്തിൽ മാത്രം എന്നൊന്നുമില്ല കേട്ടോ, ഇടക്കൊക്കെ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. ടേസ്റ്റ് ചിലപ്പോൾ ഉലുവൻ്റെ ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാനത് കുറച്ച് പാക്ക് ചെയ്ത് തരാം. ഒരാഴ്ച വെറുതെ കഴിച്ചോളി, ഫ്രീ ആണ്. ഒരു ഓജസ്സും തേജസ്സും എല്ലാം ഉണ്ടാവും. 150 ഗ്രാം ഉലുവ വെള്ളത്തിലിടണം. 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കണം. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് വേവിക്കുന്നത്. ഈ ലേഹ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തെ ഡീഓക്സിഫൈ ചെയ്യാനും സഹായിക്കുന്ന ഒരു മികച്ച ഔഷധക്കൂട്ടാണ്. കുതിർത്ത ഉലുവ അതേ വെള്ളത്തോടു കൂടി തന്നെ ഒരു കുക്കറിൽ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് മണികളും ഇട്ട് വേവിക്കുക. 2 വിസിൽ വന്ന് ഓഫ് ചെയ്യുക, വേവായിക്കൊള്ളും. ഇതിൽ ചേർക്കാനുള്ള കൂട്ടുകൾ വറുത്തെടുക്കാം. ആദ്യം ഫ്ലാക്സ് സീഡ് ഇടാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചിയാ സീഡ് ഇടാം. ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെയും നാരുകളുടെയും കലവറയാണ്. ചെറിയ ജീരകം ഇട്ടു, കരിഞ്ജീരകവും ഇടാം, എള്ളിടാം, 6 ഏലക്ക കുത്തിയതിട്ടു, കല്ലിലൊന്ന് കുത്തിയെടുത്ത് ചുക്കിട്ടു. കുറഞ്ഞ ചൂടിൽ തന്നെ വറുക്കുക. അണ്ടിപ്പരിപ്പ് കൂടി ഇടാം. എല്ലാം പാകത്തിന് വറവായിട്ടുണ്ട്. ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പായി പൊടിഞ്ഞാൽ മതി. കുറച്ച് മുക്കുറ്റി അരച്ച് വെച്ചിട്ടുണ്ട്. ഉലുവ വെള്ളമായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് 2 പാൽ ഒഴിച്ച് പതുക്കെ ഒന്ന് അരച്ചെടുക്കണം. ലേഹ്യം വരകാനുള്ള ഉരുളിയിലേക്കിടാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. കുറച്ച് കരിപ്പൊക്കെ ഉരുക്കി ചെളി കളഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇത് 1-ാം പാലാണ്. ബദാം പരിപ്പും ഈത്തപ്പഴവും കൂടി ചേർക്കാനുണ്ട്. ഈത്തപ്പഴവും ബദാമും കൂടി അരച്ചതൊഴിച്ചു. കൂടെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ച ആ മിക്സില്ലേ, അത് കൂടി ഇടാം. 1 കപ്പോ 2 കപ്പോ പനം കൽക്കണ്ടം ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. 1-ാം പാല് മുഴുവനായി തന്നെ ഒഴിക്കാം. ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ലേഹ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു, ശരീരബലം കൂട്ടാനും നല്ലതാണ്. ഇടക്കൊന്ന് വൃത്തിയാക്കി നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഞാൻ നമ്മുടെ പച്ച ഏലക്കയല്ലാതെ കറുത്ത വലിയ ഏലക്ക ചേർക്കുന്നുണ്ട്. 3 എണ്ണം എടുത്ത് ഒന്ന് പൊടിച്ചു. അതിൻ്റെ തൊലി ഇടുന്നില്ല. സമൂലം അരച്ച മുക്കുറ്റി നീര് കൂടി ഒഴിച്ചു. ഇപ്പോൾ ഏകദേശം എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി വിരകി ഇതിനൊന്ന് മൂത്ത് വരണം. വിറകടുപ്പിലാണെങ്കിൽ വളരെ പെട്ടെന്നാവും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടെടുക്കും. ഈ ഉരുളിണ്ടല്ലോ ഒരു 80 വർഷമെങ്കിലും പഴക്കമുള്ളതാണ്. കർക്കിടകത്തിലെ ഈ പ്രത്യേക ലേഹ്യം പ്രകൃതിയുടെ വരദാനങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു മികച്ച മാർഗമാണ്. അപ്പോൾ നമ്മുടെ ലേഹ്യം പാകമായിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷമാണ് വേറെ പാത്രങ്ങളിലേക്ക് ആക്കി വെക്കേണ്ടത്. ഈ കർക്കിടക ലേഹ്യത്തിൻ്റെ മുഴുവൻ വീഡിയോയും 1000 ലീഫ് നാച്ചുറൽസിലുണ്ട്.